ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണട്ടെ. അതിനെ പറ്റിയിട്ട് അപവാദങ്ങളൊന്നും പറയാതെ പ്ലീസ്. ഇതൊക്കെ നല്ലൊരു കേരള ഫാമിലിയിൽപ്പെട്ട ആളാണ്. കൊറിയ അത് ഇത് അവരെന്നെ പറയണമെന്ന് നോക്ക്. അവരെങ്ങനെ കൊറിയക്കാരാകുക? ഒരു കൊറിയക്കാരോ ഒന്നുമല്ല. അവരൊക്കെ കേരളത്തിൽ ജനിച്ച ആളുകളാണ്. നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവരെ വഷളാക്കുകയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മൾ അവർ പറയണതന്നെ ഒന്ന് കേട്ടു നോക്ക്. നല്ല വോയിസിൽ അവർ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ തെറി കമൻ്റൊക്കെ ഇട്ടിട്ട് വെറുതെ ചള്ളാക്കണത്? അവരെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? അവർ ഇത്ര ഭംഗി കൂടിയെന്ന് വെച്ചിട്ട് അവർ കൊറിയക്കാരിയോ കൊറിയക്കാരനോ കൊറിയക്കാരത്തി എന്തൊക്കെയാണ് അവർ കേൾക്കണ? പാവം നിഷ്കളങ്കായ ഒരു കേരളത്തിൽ ജനിച്ച ഒരാളാണ്. അവരെന്നെ ഓൺ വോയിസിലും വീഡിയോസിലും വന്നിട്ട് പറയണുണ്ടല്ല കാര്യങ്ങൾ. നമ്മൾക്ക് എന്താ പ്രശ്നം? അവർക്ക് ജനങ്ങൾക്ക് ഓരോരോ പ്രശ്നം കണ്ടിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി കേട്ടു നോക്ക്. ഞാൻ കൊറിയയിലല്ല വളർന്നത്. ഞാൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സ്വന്തം കേരളത്തില് മാടായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ് വളർന്നതും. എൻ്റെ PG വരെ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ PG വരെ ചെയ്തത്. എന്റെ PhD വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് മാറി. അവിടെ 6 വർഷം 2008 തൊട്ട് 2014 വരെ. അതിനുശേഷം മാത്രം, അന്ന് എനിക്ക് എത്ര വയസ്സുണ്ട്? വെറും 29 വയസ്സാണ് എനിക്ക് 2014 ഉള്ളത്. വർഷങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കിട്ടോ. വർഷങ്ങളൊക്കെ പറയണൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്ക്. PhD ഭാഗമായിട്ട് അപ്പൊ ഞാൻ കൊറിയയിൽ ആദ്യമായിട്ട് വരുന്നത് വെറും 28 വയസ്സുള്ളപ്പോഴാണ്. 29 വയസ്സിൽ എനിക്ക് PhD പൂർത്തിയായി. അതായത് 30 വയസ്സിനുള്ളിൽ തന്നെ PhD കയ്യിൽ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് എളുപ്പമായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിട്ടായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം 2014 ഞാനൊരു ജോലിയുടെ ഭാഗമായിട്ട് കൊറിയയിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊറിയയിൽ 12 വർഷം ആയി ഇവിടെ താമസിക്കുന്നു ജോലി ചെയ്തിട്ട്. അല്ലാതെ ജനിച്ചത് കൊറിയയിലല്ല. ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൊറിയയിലേക്ക് വന്നത്. നിങ്ങളുടെ പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ അത് നമ്മൾ മാറ്റി കൊടുക്കണ്ടേ? അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇതിനൊരു റെസ്പോണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നെഗറ്റീവ് പറയുന്ന ആളുകൾ ഒരിക്കലും നന്നാവാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ദുഷിപ്പ് അല്ലെങ്കിൽ ദുഷ്ടത്തരം, കുശമ്പ്, കുഞ്ഞായ്മ, അതൊക്കെയാണ് ഈ കമന്റുകളിലൂടെ അവരിങ്ങനെ ഛർദ്ദിക്കുന്നത്. നല്ലത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല, അല്ലെ? അവരുടെ ഉള്ളിലുള്ള വൃത്തികേടുകളാണ് ഇങ്ങനെ കമന്റ് രൂപത്തിൽ വരുന്നത്, അല്ലെ? നല്ല മനുഷ്യർക്ക് എവിടെയാണ് സമയം ഉണ്ടാവുക നെഗറ്റീവ് അടിക്കാൻ വേണ്ടി? ഇത് നല്ല മനുഷ്യരും ഉണ്ട് കേട്ടോ കേരളത്തില്. എല്ലാരെയും അങ്ങനെ ഒറ്റപ്പെടുത്തി പറയരുത്. നല്ല മനുഷ്യരും ഉണ്ട്. ഒരുപക്ഷെ അവർക്ക് തന്നെ അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അവരുടെ വീട്ടുകാർക്ക് പോലും അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. നാട്ടുകാർക്ക് പോലും ഉപകാരമില്ലാത്ത ഒരുപാട് പാഴ് ജന്മങ്ങളുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടു. ഇതിന്റെ താഴെയും അത്തരം ആളുകളായിരിക്കും നെഗറ്റീവ് അടിക്കാൻ പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കേരളക്കാരൻ തന്നെയാണ്. കേരളത്തിലാണ് ജനിച്ചത്, കേരളത്തിലാണ് വളർന്നത്. ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ കൊറിയയിൽ വന്നത്. അപ്പൊ